എപ്പോഴും പറയുമല്ലോ, 1,00,000 രൂപയുള്ള വാച്ചും 10,000 രൂപയുടെ വാച്ചിട്ടെല്ലാം സമയം അറിയും. ആവശ്യത്തിനെടുത്ത് മറ്റുള്ള സഹായിക്കുക, ആ ഒരു ഭാവമാണ് നമ്മൾ വളർത്തിയെടുക്കുക. എടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങൾ അതാണ്. നമ്മൾ മൂല്യത്തിൽ നിന്ന് അകലും തോറും നമ്മളിൽ നിന്ന് നമ്മൾ അകന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ മൂല്യം അതൊരു പ്രാകൃതമാണ്, പ്രാകൃത ഭക്തിയാണ്. ഇത് പരിഷ്കാരയ്ക്ക് ചേർന്നതല്ല. ആ പ്രാകൃതമാണ് ശരിക്കുള്ള പരിഷ്കാരം. അന്ധവിശ്വാസമാണ്. ആ അന്ധവിശ്വാസമാണ് അന്ധകാരം അകറ്റുന്നത്. കാരണം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ ചെറുപ്പത്തിൽ, നദിയിൽ കുളിക്കാൻ ഇറങ്ങിയാൽ മൂത്രം ഒഴിക്കല്ലേ കുഞ്ഞി, തുപ്പല്ലേ എന്ന് പറഞ്ഞു. അത് ദേവിയാണ്. അപ്പം മന്ത്രം ജപിച്ച്, ആ മന്ത്രം ജപിച്ച് വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തിൽ തന്നെ ഒഴിച്ച് പിന്നെയാണ് മുങ്ങുന്നത്. വെള്ളത്തിൽ തന്നെ പ്രാർത്ഥിക്കുകയാണ്. വെള്ളം എടുത്ത് സൂര്യനൊക്കെ പ്രാർത്ഥിച്ചിട്ട് അത് ഒഴിച്ചിട്ട് പിന്നെ മുങ്ങി കുളിക്കുന്നു. അപ്പോൾ മൂത്രം മുട്ടും, തണുപ്പങ്ങോട്ട് വരുന്ന മൂത്രം മുട്ടും. പക്ഷെ അറിയാതെ കണ്ടോളം മേലുണ്ട്. തന്നെത്താനെ തന്നെ ചെറുപ്പത്തിൽ കേട്ടോണ്ടായിരിക്കും സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ കണ്ടോണ്ട് കെട്ടി. അതുകൊണ്ട് നദിക്കല്ല ഗുണം. വീണ്ടും കുളിക്കുമ്പോൾ നമുക്കാണ് ശുദ്ധമായ വെള്ളം ഉണ്ടാകുന്നത്. നദിയിൽ മലമൂത്ര വിസർജനം ചെയ്താൽ വെള്ളം അശുദ്ധമാകുന്നു, നമുക്കാണ് ദോഷം. അപ്പം നമ്മൾ കൊടുക്കുന്നതിലേ തിരിച്ച് കിട്ടുന്നത്. അതാണ് നല്ല കർമ്മം ചെയ്താൽ നല്ല ഫലം കിട്ടും, ചീത്ത കർമ്മം ചെയ്താൽ ചീത്ത ഫലം കിട്ടുന്നത്. പതിരിട്ട നെല്ല് കിട്ടത്തില്ലല്ലോ. നെല്ലിട്ടല്ലേ നെല്ല് കിട്ടുന്നത്. പതിര് കൊടുത്തേച്ച് നെല്ല് വേണ്ടി കാത്തിരിക്കുന്ന പോലാണ് നമ്മൾ. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിലേ തിരിച്ച് കിട്ടുന്നത്. കർമ്മം കർമ്മഗതിയൊക്കെ അത് തന്നെയാണ്. പുറത്തും അകത്തും കൊണ്ടുണ്ട്, സ്ഥൂലവും സൂക്ഷ്മമായിട്ടുണ്ട് കർമ്മവും കർമ്മഗതിയും. അതെന്താ അന്ധവിശ്വാസമാണോ? അത് അന്ധവിശ്വാസം എന്ന് കേൾക്കുന്നുണ്ട് തോന്നും. പക്ഷെ ഇതിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ രോഗമില്ലാത്ത ആരോഗ്യമുള്ളൊരു ശരീരത്തെ കൊണ്ടുവരാൻ സാധിച്ചു ആ വെള്ളത്തിനോട് കാണിച്ചത്. അതുപോലെ വൃക്ഷങ്ങൾ ഇത്ര അമ്മ മുളപ്പിച്ച് വയ്ക്കും, ഇങ്ങനെയുള്ള ഉദയത്തിനൊക്കെ നടാൻ വേണ്ടി. അത് നട്ട് എല്ലാ വർഷവും അതിന് വേണ്ടി ഒരു പ്രത്യേക ദിവസമുണ്ട്. അതിനോട് ബഹുമാനം എന്താ കാണിക്കുന്നത്? മാവ് ഇടിച്ച് പൊടിച്ച് നല്ല കുഴമ്പൊക്കെ ഇട്ടാണ് മന്ത്രം ജപിച്ച് ഓരോ വൃക്ഷത്തിൽ കൊണ്ടെത്തുന്നത്. ദണ്ട് പുഴുങ്ങും, വൃക്ഷത്തിന് ചവിട്ടി വയ്ക്കും, അത് കാക്കയൊക്കെ വന്ന് കഴിക്കും. അങ്ങനെ പക്ഷിയൊക്കെ കൊടുക്കും. നമ്മൾ ചോറുണ്ണുന്നതിന് മുമ്പ് ഒരു പിടി വയ്ക്കും ഈശ്വരന്. അത് കഴിച്ചു കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് കാക്കയ്ക്ക് പട്ടിക്ക് കൊടുക്കും. അപ്പോൾ ഈശ്വരസ്മരണയോടെ കഴിക്കാനും പറ്റി, നന്ദി കാണിച്ച് തിരിച്ചത് മറ്റു ജീവജാലങ്ങൾക്ക് ഉപകാരപ്രദമായി. ഒരു പങ്ക് ആർക്കെങ്കിലും കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മുടെ അമ്മമാർ ഓരോന്നിലും ചെയ്തത്. കാരണം എല്ലാ പ്രകൃതിയെയും ഈശ്വരനായി കണ്ട് സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തതാണ് എൻ്റെ അമ്മ. പക്ഷേ ആ സ്നേഹം ആദരവാക്കിയെടുത്തു. സ്നേഹം ആദരവായി മാറും. രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ പൊടിയെ ആരെങ്കിലും ചവിട്ടാനോ തുപ്പാനോ നമ്മൾ അനുവദിക്കുമോ? അത് 10 രൂപയുടെ ലിനൻ തുണിയല്ലേ, തുപ്പിയാൽ എന്താ, ചവിട്ടിയാൽ എന്താ ആരെങ്കിലും സഹിക്കുമോ? കേട്ട് നമ്മൾ കേട്ടുകൊണ്ട് നിൽക്കുമോ? ഇല്ല. അല്ല, കാമുകി കൊടുക്കുന്ന ഒരു കർച്ചീപ്പ് അതിനകത്ത് തുപ്പാനോ ചവിട്ടാനോ കയറാനോ സമ്മതിക്കും? ഇല്ല. മരിച്ചുപോയ അച്ഛൻ്റെ ഫോട്ടോ ആയാലോ തുപ്പാനോ ചവിട്ടാനോ നമ്മൾ സമ്മതിക്കുമോ? ഇല്ല. അപ്പം അതിനകത്ത് കാണുന്നൊരു തത്വമുണ്ടല്ലോ, അർത്ഥം. അപ്പോൾ കാഴ്ചയിൽ പെയിൻ്റല്ലേ, 5 രൂപയുടെ പെയിൻറ്റ്, അല്ല 1 രൂപയുടെ പെയിൻറ്റ്, അല്ല 1 പൈസയുടെ പേപ്പർ, അങ്ങനെയാണോ കാണുന്നതല്ല. നമ്മളെ സഹായിച്ചതിനുള്ള നന്ദി, ആ സ്നേഹം ആദരവായി നമ്മൾ പ്രകടിപ്പിക്കുന്നു. എല്ലാത്തിനോടും നന്ദി. പശുവിന് കൊടുക്കുന്നതിൻ്റെ ഇരട്ടി തരുന്നു, വൃക്ഷം ഒരു വിത്ത് കൊടുത്താൽ ഇത്ര 1000 തരുന്നു. മനുഷ്യൻ തരുന്നുണ്ട്. അച്ഛൻ്റെ അമ്മയുടെ എടുത്തിട്ട് കല്യാണം കഴിച്ച് കുട്ടികളെ സൃഷ്ടിച്ച് അവന് വേണ്ടി വല്ലതും ഉണ്ടാക്കി കൊടുത്തോ, പിടിച്ചും പറിച്ചും ഉണ്ടാക്കി കൊടുത്തിട്ട്
മരിച്ചും പോകുന്നു, ദുഃഖിച്ച് മരിക്കുകയും ചെയ്യും. പക്ഷെ ആധ്യാത്മം മനസ്സിലാക്കുമ്പം നമ്മൾ ആ ആവശ്യത്തിനെടുക്കുകയും അതോടൊപ്പം മറ്റുള്ളവർക്ക് സഹായമാകുകയും ചെയ്യാണ്. എപ്പോഴും പറയുമല്ലോ, 1,00,000 രൂപയുള്ള വാച്ചും 10,000 രൂപയുടെ വാച്ചിട്ടെല്ലാം സമയം അറിയും. ആവശ്യത്തിനെടുത്ത് മറ്റുള്ളവരെ സഹായിക്കുക, ആ ഒരു ഭാവമാണ് നമ്മൾ വളർത്തിയെടുക്കുക. എടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങൾ അതാണ്.